നമുക്കൊന്ന് കോൺഫ്ലവർ ഒക്കെ വെച്ചൊരു അടിപൊളി സ്വീറ്റ് ഐറ്റം നോക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു മിക്സിംഗ് ബോൾ എടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പൊ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗ്യാസ് ഓൺ ചെയ്യരുത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം തീ ഓൺ ചെയ്താൽ മതി. അപ്പൊ തീ ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് നമുക്ക് ഒരു പഞ്ചസാര ലായനി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഉണ്ടല്ലോ, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഈ ഒരു കോൺഫ്ലോറിന്റെ മിക്സ് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മുടെ തീ ഒന്ന് കുറച്ച് വെക്കേണ്ടതാണ്. അപ്പൊ ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഇളക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ കയറി കട്ട പിടിക്കുന്നതായിരിക്കും. അപ്പം ഇത് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കയറി കട്ട പിടിക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ സമയം ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല കട്ടിക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഇതുപോലെ കോരി ഒഴിക്കാൻ നോക്കുമ്പോൾ അതിനകത്തുനിന്ന് വിട്ട് വരാൻ പ്രയാസപ്പെടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പൊ ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അതിനായിട്ട് ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു ടിഫിനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ടിഫിനിൽ ആദ്യം തന്നെ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നന്നായിട്ടൊന്ന് തടകിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറിന്റെ മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇളകി വരാൻ പാടുപെടുന്നതായിരിക്കും. എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഇത് കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പം 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കൂട്ടുണ്ടാക്കാം. അതിനായിട്ട് നമുക്കൊരു മിക്സിംഗ് ബോൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ ഇത്തരത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയി കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് ഇളക്കി ഇടാൻ വേണ്ടി നമുക്കൊരു പാത്രം എടുക്കാം. അപ്പൊ ആ പാത്രത്തിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഷുഗർ പൗഡറിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പുറത്തായിട്ട് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിന്റെ മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതായത് തിരിച്ചൊന്ന് കമത്തിയാൽ മതി, അപ്പോഴത്തേക്ക് ഇത് ഇളകി വരുന്നതായിരിക്കും. അപ്പൊ അത് ഇങ്ങനെ തട്ടി കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഷുഗർ പൗഡറിന്റെ മിക്സ് ഉണ്ടല്ലോ, ആ പൊടി ഇതുപോലെ വിതറി കൊടുക്കാം. വിതറി കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അത്തരത്തിൽ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്നും കൂടെ ഈ ഒരു പൗഡറിനകത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കേണ്ടതാണ്. അപ്പൊ കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വീറ്റ് ഐറ്റം ഇവിടെ റെഡി ആയി കിട്ടുന്നതായിരിക്കും.